ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോൾഡ് ലാബിൻ്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മാരുതിയുടെ ഒരു പുതിയ വണ്ടിയാണ്. ജിംനി എന്ന് പറയുന്നൊരു വാഹനം ഇറങ്ങിയിട്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഒരു കംപ്ലയിൻ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ്, സിമ്പിളായിട്ടുള്ള ഒരു കംപ്ലയിൻറ്റുമാണ്. ഈ വാഹനത്തിൻ്റെ മൊബൈൽ ചാർജർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് മൊബൈൽ ചാർജർ വർക്ക് ചെയ്യാത്തത്, അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അടുത്ത ഇതുപോലുള്ള പുതിയ ഡയഗ്നോസിംഗ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്തേക്കാം. അപ്പോൾ നമുക്കിനി ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോളിഡേ ലാബിൻ്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതിയുടെ ന്യൂ മോഡലായിട്ടുള്ള ജിംനി എന്ന വാഹനമാണ്. ഇതിൻ്റെ കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് ഇതിൻ്റെ മൊബൈൽ ചാർജിങ് സോക്കറ്റ് വർക്ക് ചെയ്യുന്നില്ല, അതായത് മൊബൈൽ ചാർജ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കസ്റ്റമർ വേറെ മൊബൈൽ ചാർജറൊക്കെ ഉപയോഗിച്ച് നോക്കി, എന്നിട്ടും അതിൽ ചാർജിങ് നടക്കുന്നില്ല. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ആദ്യം തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ഇഗ്നേഷൻ ഓൺ ചെയ്തിട്ട് മൊബൈൽ ചാർജർ നമ്മുടെ മൊബൈലിലൊന്ന് കണക്ട് ചെയ്തിട്ട് വർക്കിംഗ് ആണോ എന്നുള്ള ആദ്യം തന്നെ ഒന്ന് പരിശോധിക്കാം. ചാർജർ സോക്കറ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മൊബൈലിലേക്ക് അതിൻ്റെ കണക്ടർ കണക്ട് ചെയ്യുകയാണ്. നമുക്ക് ചാർജിങ് ചെയ്യുന്നതിൻ്റെ ഇതൊന്നും കാണിക്കുന്നില്ല, സിമ്പിൾസ് ഒന്നും വന്നിട്ടില്ല, അതായത് ചാർജിങ് നടക്കുന്നില്ല. ഒന്നും കൂടി ഞാൻ ഊരി രണ്ടാമത് റീകണക്ട് ചെയ്യണതാണ്. ഇല്ല, നമ്മുടെ മൊബൈലിൽ ചാർജിങ് ആയിട്ടൊന്നും നടക്കുന്നില്ല. ജസ്റ്റ് മൊബൈൽ ഓൺ ആവണം, അല്ലാതെ ചാർജിങ് സെക്ഷനായിട്ടൊന്നും നടക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ മൊബൈൽ ചാർജർ വർക്ക് ചെയ്യാത്തതെന്നുള്ളതാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗ്ലോ ബോക്സിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ഫ്യൂസ് ബോക്സ് വരുന്നുണ്ട്. നിങ്ങൾ എൻ്റെ വേറെ വീഡിയോകളിലൊക്കെ ഇതുപോലെ കണ്ടിട്ടുണ്ടാവും. ഈ ഫ്യൂസ് ബോക്സിൻ്റെ കവർ നമുക്കൊന്ന് ഊരിയെടുക്കാം. ഇനി ഒരു കോർണറിലുള്ള ഒരു കട്ടിംഗ് ഉള്ള ഭാഗമുണ്ട്, അവിടെ ജസ്റ്റ് വെച്ച് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ക്യാപ്പ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഇതിലിനി ഫ്യൂസ് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ ACC2 എന്ന് പറയുന്ന 15 ആംപിയർ ഫ്യൂസാണ് നമ്മുടെ മൊബൈൽ ചാർജറിൻ്റെ ഫ്യൂസ്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് താഴ്ഭാഗത്ത് നിന്നും 7ാമത്തെ ഫ്യൂസ്, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്നും 7ാമത്തെ ഫ്യൂസാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 7 എന്ന് പറയുമ്പോഴേക്കും ഈ കാണുന്ന ഈ 15 ആംപിയർ ഫ്യൂസാണ്. അത് നമ്മൾ ഈ ആദ്യമുള്ള 10, 10, 10 എന്ന് പറയുന്ന ഈ ലാസ്റ്റത്തെ ഈ ഫ്യൂസ് തൊട്ടാണ് നമ്മളത് എണ്ണിയിരിക്കുന്നത്. ഇങ്ങനെ എണ്ണി വരുമ്പോഴേക്കും അതിൽ 7ാമത്തെ 15 ആംപിയറിൻ്റെ ഫ്യൂസാണ് നമ്മുടെ കംപ്ലയിൻ്റ് ആയിട്ട് വരാൻ സാധ്യത. അപ്പോൾ നമ്മൾ ഫ്യൂസ് ചെക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ഫ്യൂസിൻ്റെ പുറകിലുള്ള 2 പോയിന്റിലും ഇതുപോലെ കണക്ട് ചെയ്താണ് നോക്കുന്നത്. നിങ്ങൾക്ക് ടെസ്റ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഫ്യൂസിലേക്ക് ഡയറക്റ്റായിട്ട് ചെന്ന് ഊരി ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനിനി ഇഗ്നേഷൻ ഓൺ ആക്കുന്നതാണ്. ഇഗ്നേഷൻ ഓൺ ആക്കിയപ്പോഴേക്കും അതിൽ ഫ്യൂസിലേക്ക് സപ്ലൈ വന്നു. പക്ഷേ ഫ്യൂസിൻ്റെ 2 സൈഡിലും നമ്മൾ ഇതുപോലെ നോക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല ഫ്യൂസ് ഞാൻ കാണിച്ചു തരാം. കണ്ട് ഈ 5 ആംപിയർ ഫ്യൂസിൻ്റെ നമ്മൾ അപ്പുറം ഇപ്പുറം കണക്ട് ചെയ്തപ്പോഴും നമ്മൾ ടെസ്റ്റ് ലാമ്പ് കത്തി, 10 കത്തി, കണ്ടോ ഇതുപോലെ 2 സൈഡ് നോക്കുമ്പോഴും നമുക്ക് സപ്ലൈ വരണം. പക്ഷേ നമ്മുടെ 15 ആംപിയർ ഫ്യൂസിൻ്റെ ഒരു സൈഡിൽ സപ്ലൈ ഉണ്ട്, മറ്റേ സൈഡിൽ സപ്ലൈ ഇല്ല. അതായത് ഒരു സൈഡിൽ കയറിയിട്ട് മറ്റേ സൈഡിലേക്ക് ഇറങ്ങേണ്ടതാണ്. അപ്പോൾ അങ്ങനെ വരുന്നില്ല. അപ്പോൾ ആ ഫ്യൂസ് പോയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ സപ്ലൈ വരാത്തത്. അപ്പോൾ നമുക്കൊരു ഫ്യൂസ് പുള്ളർ എടുത്തിട്ട് ആ ഫ്യൂസ് ഒന്ന് അഴിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്ററൊന്നും ഇല്ലെങ്കിൽ നേരെ തന്നെ ഈ ACC2 എന്ന് പറയുന്ന 15 ആംപിയർ ഫ്യൂസ് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ എഞ്ചിൻ റൂമിലെ ഫ്യൂസ് ബോക്സ് ഇങ്ങനെ കവർ തുറന്നു കഴിഞ്ഞാൽ അവിടെ ഇതിൻ്റെ ഫ്യൂസ് റിമൂവ് ചെയ്യാനുള്ള പുള്ളറും ഉണ്ടാവും, അതുപോലെ സ്പെയർ ഫ്യൂസുകളും ഉണ്ടാവും. ഇവിടെയും 15ഉം 10ഒക്കെ ഇരിപ്പുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഫ്യൂസാണോ റിമൂവ് ചെയ്യുന്നത് അതേ ഫ്യൂസ് തന്നെ വേണം ഇടാൻ, കുറവോ കൂടുതലോ ഒന്നും പാടില്ല. അപ്പോൾ ഇതുപോലെ പുള്ളർ നമ്മുടെ ഫ്യൂസിലേക്ക് വെച്ച് ജസ്റ്റ് അടുപ്പിച്ച് പിടിച്ച് വലിച്ചാൽ ഇതുപോലെ ഫ്യൂസ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഫ്യൂസിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ 2ഉം കണക്ട് ചെയ്തിട്ടുള്ളൊരു ഒരു റാ പോലെ ഇങ്ങനൊരു കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നടുക്കത്തെ ആ കണക്ഷൻ പൊട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. 2 കാലം തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കണക്ഷൻ ഉള്ളിൽ കട്ടായി പോയിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇതിപ്പോൾ നല്ലൊരു ഫ്യൂസ് ഞാൻ എടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളും ആ പൊട്ടിയതിൻ്റെ ഉള്ളും കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതിൻ്റെ ഉള്ളിൽ പൊട്ടിയിട്ടുണ്ട് ഡാമേജിൻ്റെ. പുതിയതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് തന്നെ 2ഉം കൂടി കണക്ട് ചെയ്തിട്ടുള്ളൊരു കണക്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ നല്ല ഫ്യൂസ് നമ്മൾ ആ ഊരിയെടുത്ത ഡാമേജ് ഫ്യൂസ് ഊരിയെടുത്ത് അതേ ലൊക്കേഷനിലേക്ക് തന്നെ തിരിച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഏത് റേറ്റിങ്ങിലുള്ള ഫ്യൂസാണ് ഊരിയത് അതേ റേറ്റിങ്ങിലെ ഫ്യൂസ് തന്നെ ഇടുക. ഇനി നമ്മൾ ഇത് ഇട്ടതിന് ശേഷം വീണ്ടും അടിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ഓട്ടോ ഇലക്ട്രിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിലോ കാണിക്കുക. അതിൽ പിന്നെയും ഫ്യൂസ് ഇടാതിരിക്കുക. അതുപോലെ തന്നെ കൂടിയ റേറ്റിങ്ങിലുള്ള ഫ്യൂസും ഒന്നും അവിടെ ഇട്ട് നോക്കാതിരിക്കുക. കാര്യം എന്തെങ്കിലും ഷോർട്ട് ഉള്ളത് കൊണ്ടായിരിക്കും പിന്നെയും പോകുന്നത്.
അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും ഞാൻ ആ 15 ആമ്പിയറിൻ്റെ 2 പോയിന്റിലും കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ടെസ്റ്റർ വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഫ്യൂസ് ഇട്ടപ്പോഴേക്കും അതിൽ കണക്ഷൻ ഇപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ നമ്മുടെ ചാർജറിങ് സോക്കറ്റിലോട്ടൊക്കെ ചെന്നിട്ടുണ്ടാവും. കാരണം നമ്മൾ ചാർജിങ് സോക്കറ്റ് നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്തപ്പോൾ തന്നെ ചാർജിങ് കാണിക്കുന്നുണ്ട്. നമുക്കൊന്ന് പിടിക്കാം. ഒന്നുകൂടി റീകണക്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ ചാർജിങ് സോക്കറ്റൊക്കെ ഇപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ചാർജിങ് സോക്കറ്റിലേക്കുള്ള സപ്ലൈ ഇപ്പോൾ പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഫ്യൂസ് പോയത് കൊണ്ടാണ് ചാർജിങ് സോക്കറ്റ് വർക്ക് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇതുപോലെ ചാർജിങ് സോക്കറ്റ് വർക്ക് ചെയ്യാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ഫ്യൂസ് പോയിട്ടുണ്ടോ എന്ന് നോക്കുക. കോമൺ ആയിട്ട് ഫ്യൂസാണ് സാധാരണ പോവാറ്. അപ്പോൾ ഫ്യൂസ് പോയിട്ടുണ്ടോ എന്ന് നോക്കുക. ഫ്യൂസ് ഇതുപോലെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്. ഇത് കറക്റ്റ് ചെയ്തിട്ട് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. വീണ്ടും ഫ്യൂസ് അടിച്ച് പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലോ മറ്റോ കാണിക്കുക. പിന്നെ അതുപോലെ ലോക്കലായിട്ടുള്ള മൊബൈൽ ചാർജറുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. പിന്നെയും ഫ്യൂസ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതുപോലെ പുതിയ ഡയഗ്നോസിസ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.